നമസ്കാരം. ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ജീവിതം ഒന്ന് പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചില കാര്യങ്ങൾ നാം ചെയ്യാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ചില തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നാം നടത്തിയില്ലായിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഇങ്ങനെയൊക്കെ ആയി തീരില്ലായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതിനേക്കാൾ കുറെ കൂടെ മനോഹരമായിരുന്നേനെ. അതുമല്ലെങ്കിൽ നാം നമ്മുടെ ലൈഫിൽ പലവിധ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരികയില്ലായിരുന്നു എന്ന് നമ്മിൽ പലരും പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അത്തരം കാര്യങ്ങളിൽ നാം വരുത്തിയ ചില വീഴ്ചകൾ, ചില തെറ്റുകൾ, പഠന മേഖലയിലെ, കരിയർ മേഖലയിലെ തെറ്റായിട്ടുള്ള സെലക്ഷനുകൾ, ജീവിത പങ്കാളിയുടെ തിരഞ്ഞെടുപ്പ് തുടങ്ങിയവയൊക്കെ ഉണ്ടാകാം. എല്ലാം കഴിഞ്ഞുപോയി, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നാം ഒക്കെ പലപ്പോഴും സമാധാനിക്കുവാൻ ശ്രമിക്കാറുമുണ്ട്. ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകുന്ന പരാജയങ്ങളും തകർച്ചകളും കഠിനമായ വേദനകളുമൊക്കെ നമ്മെ പലപ്പോഴും തളർത്താറുണ്ട്. എന്തുകൊണ്ട് എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് നമ്മിൽ പലരും ചിന്തിച്ചു പോകാറുമുണ്ട്. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നില്ല. നാം നേരിടുന്ന ഓരോ പ്രതിസന്ധികളിലും പ്രകൃതിയുടെ നിത്യ സത്യങ്ങളും കൃത്യമായ മാസ്റ്റർ പ്ലാനും അടങ്ങിയിട്ടുണ്ട്. നാം അറിയാത്ത പലവിധ നിഗൂഢതകൾ നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിൽ നമുക്കറിയാൻ പാടില്ലാത്ത ധാരാളം പ്രകൃതി നിയമങ്ങളുണ്ട്. നമ്മുടെ ജനനവും ജീവിതവും ഓരോ കർമ്മങ്ങളും മരണവുമൊക്കെ എല്ലാം ഈ പ്രകൃതി നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണ് സംഭവിക്കുന്നത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചിരുന്നല്ലോ, നമ്മുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്ന് നമ്മിൽ പലരും ചിന്തിക്കാറുണ്ട് എന്ന്. അപ്രകാരം ചിന്തിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനമുണ്ട്. ഇനി നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ ഒന്നും വരാതിരിക്കുവാൻ, പിഴവുകൾ ഉണ്ടാകാതിരിക്കുവാൻ നാം ജാഗരൂകരായിരിക്കും. എന്നാൽ സംഭവിച്ചു പോയ ഒരു കാര്യത്തെപ്പറ്റി ഓർമ്മിച്ച് ജീവിതകാലം മുഴുവൻ നാം വിഷമിക്കേണ്ട, നീറേണ്ട ആവശ്യമില്ല. ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചേ മതിയാവുകയുള്ളൂ. ചില യാതനകളിലൂടെ, ചില തകർച്ചകളിലൂടെ, ചില കഠിന വേദനകളിലൂടെ നമ്മിൽ പലരും കടന്നുപോയേ മതിയാവുകയുള്ളൂ. എന്ത് ചെയ്താലും അവയൊന്നും നമുക്ക് ഒഴിവാക്കാനാകുന്നവ ആയിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പ്രപഞ്ചശക്തിയുടെ പദ്ധതിയുടെ ഫലമായുള്ള ആ വേദനകൾ, ആ യാതനകൾ അനുഭവിക്കുവാനായി ചിലപ്പോൾ നാം ചില തെറ്റുകൾ, വീഴ്ചകൾ വരുത്താറുണ്ട്. അല്ലെങ്കിൽ മറ്റു ചിലരുടെ ചതിയിലൂടെ, വഞ്ചനയിലൂടെ, ദ്രോഹപ്രവൃത്തികളിലൂടെ നാം ദുരിതങ്ങളിൽ അകപ്പെടാറുണ്ട്. കഴിഞ്ഞുപോയ ആ കാര്യങ്ങളൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നവയായിരുന്നില്ല. കാരണം അവയിലൂടെയൊക്കെ നാം കടന്നു പോകണം എന്നുള്ളത് പ്രകൃതിയുടെ, പ്രപഞ്ചശക്തിയുടെ നിഗൂഢ പദ്ധതികളിൽപ്പെട്ട കാര്യമായിരുന്നു. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്ക് ദുരിതങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ, നാം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം തെറ്റുകൾ ചെയ്തിട്ടില്ലെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ തുടങ്ങിയവയെപ്പറ്റി ഓർത്ത് നാം സങ്കടപ്പെടേണ്ട, നിരാശപ്പെടേണ്ട കാര്യമില്ല. അങ്ങനെ നല്ല മനസ്സുള്ള വ്യക്തികൾ കടന്നു പോകുന്ന കനൽ വഴികൾ, അവരെയൊക്കെ ഉരുക്കി ശുദ്ധീകരിച്ച് കൂടുതൽ മഹത്വമേറിയ വഴികളിലേക്ക് നയിക്കുന്നതിനുള്ള പ്രപഞ്ചശക്തിയുടെ ഗൂഢ പദ്ധതികളിൽ പെട്ടവയാണ്. താഴ്ചകൾ എത്രയേറെ ആഴമേറിയവയാണോ അതിനേക്കാൾ ഉയരത്തിലായിരിക്കും നിങ്ങളുടെ വരാനിരിക്കുന്ന ഉയർച്ച. ഒരു ശില്പി ഒരു മാർബിൾ കഷ്ണം തല്ലിപ്പൊട്ടിക്കുന്നത് അതിനെ നശിപ്പിക്കുവാനല്ല, മറിച്ച് അതിനുള്ളിലുള്ള മനോഹരമായ ശില്പത്തെ പുറത്തെടുക്കുവാനാണ്, രൂപപ്പെടുത്തുവാനാണ്. അതുപോലെ പ്രപഞ്ചം നമ്മെ പല വേദനകളിലൂടെ കടത്തിവിടുന്നത് പല കാര്യങ്ങൾക്കായാണ്. ഒന്ന്, നമ്മുടെ അഹന്തയും മിഥ്യാധാരണകളുമൊക്കെ ഇല്ലാതാക്കി നമ്മെ കൂടുതൽ എളിമയും വിനയവും കരുണയുമൊക്കെ ഉള്ളവരാക്കി മാറ്റുവാൻ പ്രപഞ്ചശക്തി ശ്രമിക്കുന്നു. രണ്ട്, നാം ശരിക്കും പോകേണ്ട വഴികളിലൂടെ അല്ല പോകുന്നത് എന്ന് മനസ്സിലാക്കുന്ന പ്രപഞ്ചശക്തി ചില വാതിലുകൾ നമുക്ക് മുമ്പിൽ കൊട്ടി അടയ്ക്കുന്നു. അതിനേക്കാൾ മനോഹരവും സുരക്ഷിതവുമായ മറ്റു വഴികളിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. മൂന്ന്, ആത്മീയവും മാനസികവുമായ വളർച്ച.
പ്രതിസന്ധികളുടെ തീച്ചുളകളിലൂടെ കടന്നു പോകുമ്പോഴാണ് നമ്മിൽ പലരും കൂടുതൽ മാനസിക കരുത്തുള്ളവരായി മാറുന്നത്. അതുപോലെ തന്നെ നമുക്ക് ആത്മീയവും മാനസികവുമായ കൂടുതൽ വളർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. പ്രശസ്ത സൂഫി പണ്ഡിതനും കവിയുമായിരുന്ന റൂമി പറഞ്ഞ ഒരു ആപ്തവാക്യം നമുക്കിപ്പോൾ ഓർമ്മയിൽ സൂക്ഷിക്കാം. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഓരോ മുറിവുകളും നിങ്ങളിലേക്ക് വെളിച്ചം കടന്നു പോകാനുള്ള വഴികളാണ്. ഇത്തരത്തിലുള്ള പ്രകൃതി നിയമങ്ങളുടെ വേദനാജനകമായ പാഠങ്ങൾക്കൊടുവിൽ നിങ്ങൾ എത്തിച്ചേരുന്ന അന്തിമ ഫലം പലപ്പോഴും അത്ഭുതകരമായിരിക്കും. ഇവയിലൂടെയൊക്കെ കടന്നു പോകുന്ന നിങ്ങൾ എന്തിനേയും ഭയമില്ലാത്ത, എന്തിനേയും പുഞ്ചിരിയോടെ നേരിടുവാൻ കെൽപ്പുള്ള, ആർക്കും തോൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയായി തീരും. നിങ്ങൾ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകും, അവർക്ക് പ്രത്യാശയേകും. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് പ്രത്യാശ നൽകുന്ന ഒരു ചരിത്രമായി മാറുകയും ചെയ്യും. എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാവരും നേട്ടങ്ങളും ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ദീർഘായുസ്സും സന്തോഷവും എല്ലാം ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. സ്റ്റേ ബ്ലെസ്ഡ്. താങ്ക് യു.